ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ഓഗസ്റ്റ് 2 ഒന്നാം ഘട്ട എക്സാം നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു 1 വീക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് പഠിക്കാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവാം. ഹോൾ ടിക്കറ്റ് വന്നു, ആദ്യമേ നന്നായിട്ട് പഠിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ ഒന്നും നടന്നില്ല. പല കാരണങ്ങളും ഉണ്ടാവാം. പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു 7 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസം തന്നെയാണ്. എങ്കിലും ഈ ഒരു 7 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്കോർ ഉയർത്തുന്നതിന് വേണ്ടി 7 ഡേയ്സ് വളരെ നിങ്ങൾക്ക് നന്നായിട്ട് വിനിയോഗിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2024-2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടെലിഗ്രാം ചാനൽസിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പല പല ക്ലാസ്സുകളുണ്ട് PSC ആയിട്ട് ബന്ധപ്പെട്ടുള്ള, അതിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽസാണ് ഞാൻ കൂടുതലും പറയുന്നത്. ടെലിഗ്രാം ചാനൽസിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഒരു ദിവസം 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുക. അപ്പോൾ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 21 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം 3 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ചാനൽസ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ സഹിതം കൊടുക്കുന്നു. അപ്പോൾ അതെടുക്കുക. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. 1 മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. അതായത് 1 മണിക്കൂർ കൂടുതൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. നമുക്കറിയാം ഇന്നത്തെ PSC എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വളരെയധികം ടൈം നമുക്ക് കിട്ടാറില്ല. ടൈം മാനേജ്മെൻറ്റ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 1 മണിക്കൂർ മാത്രം നിങ്ങൾ വയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾ ആ 1 മണിക്കൂറിൽ നിങ്ങൾ എക്സാം മൊത്തം ഫുള്ളും അറ്റൻഡ് ചെയ്യണമെന്നില്ല. എന്നാലും സാരമില്ല, നമുക്കൊരു ടൈം ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 1 മണിക്കൂർ വച്ചിട്ട് 10 മണിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 11 മണിക്ക് നിങ്ങളുടെ എക്സാം അവസാനിപ്പിക്കുക. ശേഷം നിങ്ങൾ പിന്നെയുള്ള 2 മണിക്കൂർ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൽ വന്ന തെറ്റുകളും നിങ്ങളുടെ നെഗറ്റീവുകൾ, അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഫാക്ട്സ്, ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അടുത്ത 2 മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിന് 1 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതുക. ശേഷം നിങ്ങൾ അതിൽ വരുന്ന നെഗറ്റീവ്സും ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് പഠിക്കുക. ഒരു ദിവസം 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾക്ക് 21 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം എഴുതി ശീലിക്കുമ്പോൾ നിങ്ങൾ OMR ഷീറ്റിൽ എഴുതാം. OMR ഷീറ്റ് ഇല്ലാത്തവർക്ക് സാധാരണ ഒരു പേപ്പർ എടുത്തിട്ട് ആൻസർ എഴുതി പോവുകയും ചെയ്യാം. അപ്പോൾ ABCD അങ്ങനെ എഴുതി പോവാം. പക്ഷേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിലും നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം, ഇതെല്ലാവരും ചെയ്യാറുണ്ട്. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആദ്യം GK പാർട്ടാണ് നമ്മൾ എഴുതുന്നത്. കാരണം നമുക്ക് ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു 10-20 മാർക്കൊക്കെ ഉറപ്പായിട്ടും കിട്ടും അല്ലേ. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്, നമ്മളൊന്നും പഠിച്ചില്ല പക്ഷേ നമുക്ക് ഇത്രയും മാർക്കൊക്കെ കിട്ടി. എന്നാൽ നമ്മളൊരു മാത്സിലോട്ടോ ഇംഗ്ലീഷിലോട്ടൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് അറിയണമെന്നുണ്ടാവില്ല. അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് അടിക്കും. നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. കാരണം നമുക്ക് ആ ഇംഗ്ലീഷിൻ്റെയും ആ മാത്സിൻ്റെയൊക്കെ ആ ഉത്തരത്തിലോട്ട് പോകണമെങ്കിൽ, ആൻസറിലോട്ട് പോകണമെങ്കിൽ അതിൻ്റെ റൂൾസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കറിയില്ല, അതിൻ്റെ ഗ്രാമർ ഏരിയ അറിഞ്ഞിരിക്കണം. നമുക്കതറിയില്ല. അറിയാതെ നമ്മൾ നമുക്ക് ആ ആൻസറിലോട്ട് എത്താൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സ്കിപ്പ് ചെയ്ത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവുകയും GK മാത്രം അറ്റൻഡ് ചെയ്യുകയും മാത്സും ഇംഗ്ലീഷും ഒക്കെ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഇംഗ്ലീഷും മാത്സുമാണ് ആദ്യം ചെയ്യേണ്ടത്. ശേഷം മാത്രമേ GKയിൽ പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു PSC എക്സാമിന് പോയിരുന്ന് എഴുതുന്ന കാര്യമല്ല, നമ്മൾ വീട്ടിലെ എക്സാം എഴുതി പരിശീലിക്കുന്ന കാര്യം. നമുക്ക് എത്രയും വേഗം എഴുതി തീർക്കാൻ കഴിയുന്ന ആ ഒരു ടൈം മാനേജ്മെൻറ്റ്, അതിനെയൊക്കെ കറക്റ്റാക്കാനും, അതുപോലെ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ PSC എക്സാമിന് പോയിരുന്ന് നമുക്ക് ഈ ഇംഗ്ലീഷോ മലയാളമോ എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്. അതിനെ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആദ്യം നിങ്ങൾ അത് തന്നെ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. 11 മണി വരെ ക്വസ്റ്റ്യൻസ് എക്സാം എഴുതുക. അതിനുശേഷം 2 മണിക്കൂർ നിങ്ങൾ അതിലെ നെഗറ്റീവും ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ പഠിക്കുക. ശേഷം വീണ്ടും നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുക. 1 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി കഴിയുക. 2 മണിക്കൂർ, അതിനുശേഷമുള്ള 2 മണിക്കൂർ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ പോവേണ്ടത്. ഒരു ദിവസം 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ 7 ദിവസം നിങ്ങൾ ഇതുപോലെ ഡെയിലി 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഈ മെത്തേഡിൽ പോവുക. 1 മണിക്കൂർ എക്സാം എഴുതാനും ശേഷമുള്ള 2 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പറിനെ പഠിക്കാനും, അതിന് നെഗറ്റീവ് എന്തൊക്കെയായിരുന്നു, നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു 2 മണിക്കൂർ എടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഒപ്പം നിങ്ങൾ അതിനോടൊപ്പം ചെയ്യേണ്ടത് GK ആദ്യം ചെയ്യാതിരിക്കുക. ആദ്യം ഇംഗ്ലീഷും മാത്സും ചെയ്യുക.
ഈ 1 വീക്ക് കൊണ്ട് നമുക്ക് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഇപ്പോൾ എന്താണ് ട്രെൻഡിങ്, ക്വസ്റ്റ്യൻ ട്രെൻഡിങ് എന്താണ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത് അത് തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം എന്ന് പറയുന്നത്. ക്ലോക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ പ്രതിബിംബം എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ അതെങ്ങനെയാണ് കാണേണ്ട ആ ഒരു മെത്തേഡ് പഠിക്കുക. എന്നാൽ ശരിക്കും ബാക്കി അതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നു അത് മാത്രം ജസ്റ്റ് പഠിച്ചു പോവുക. അപ്പോൾ തീർച്ചയായിട്ടും റെപ്പറ്റേറ്റീവ് ഒരു സ്വഭാവം എന്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു രീതി പിന്തുടരുക തന്നെ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറൊരു പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ശ്രമിച്ചു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.